അപ്പോൾ ദാ എല്ലായിടത്തും പച്ചമാങ്ങ ഉണ്ടാവുന്ന ഒരു സീസണാണല്ലേ ഇപ്പോൾ. അപ്പോൾ നമുക്കും കുറച്ച് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമാങ്ങ വെച്ചിട്ട് എല്ലാവരും അച്ചാറിടും, പിന്നെ തേങ്ങയൊക്കെ കൂട്ടി ചമ്മന്തിയൊക്കെ അരയ്ക്കും, പിന്നെ ഉപ്പിലിടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യൂലേ പച്ചമാങ്ങ വെച്ചിട്ട്. അപ്പോൾ ഞാനിന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ വെച്ചാൽ അതിനൊക്കെ വ്യത്യസ്തമായിട്ടൊരു കിടുക്കാച്ചി ചമ്മന്തിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വേഗം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമ്മളെ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ഈ മാങ്ങേനെ കുക്കറിലിട്ട് നല്ല രീതിക്ക് വേവിക്കണം. അപ്പോൾ തോലൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് വേഗം തന്നെ കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ. ഈ മാങ്ങേൻ്റെ തണ്ടൊക്കെ ഒഴിവാക്കി നമുക്ക് നല്ല രീതിക്ക് തോലൊക്കെ ചെത്തട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ മാങ്ങയാണ് കേട്ടോ ഞാൻ അത് അരിയണത്. അപ്പോൾ ഈ മാങ്ങയൊക്കെ ഇങ്ങനെ അരിയണ കാണുമ്പോഴേ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് വരുന്നൊരു സംഭവമുണ്ട്. എന്താ അറിയോ, ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ തിന്ന് വെക്കാൻ നിന്ന് നല്ല പുളിയാണ് കേട്ടോ അത്. എന്നാലും തിന്നാണ്. കുറച്ച് ഉപ്പൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് അതിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇത് ഭയങ്കര പുളിയാണ്. അപ്പോൾ മാങ്ങ തിന്നാലേ മനുവിൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. അത് ഞാനല്ല ഇപ്പോൾ കാണുന്നുള്ളൂ, വേറെ ആരും കാണില്ലല്ലോ. മനുവിനെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചങ്ങാണ്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്താ മനു അവസ്ഥ? പുതിയ ചാനൽ തുടങ്ങുന്നുണ്ട് കേട്ടോ ഞങ്ങൾ. അപ്പോൾ അതിൽ കാണാമെന്നാണ് അവൻ പറയണേ. അപ്പോൾ മാങ്ങയൊക്കെ ഇതാ നല്ല രീതിക്ക് അരിഞ്ഞിട്ടുണ്ട് നമ്മൾ. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് കഴുകിയെടുക്കട്ടോ. ഇനി വേഗം തന്നെ കുക്കർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മാങ്ങ കുക്കറിലിട്ട് വേവിക്കുന്നതിൻ്റെ മുന്നേ അതിക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാണ്ട്. അപ്പോൾ അത് ചേർക്കണേ. 2 സ്പൂൺ മുളക് പൊടി ചേർത്തു. അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇതൊരു സ്പൂണ് ചേർത്തിട്ടുണ്ട് ഞാൻ. നമ്മളെ ചമ്മന്തിക്ക് നല്ലൊരു കളറൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇനി ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ചേർക്കണ മല്ലിയില കേട്ടോ. അതാ 2 തണ്ട് മല്ലിയില അങ്ങനെ ചേർത്തു. അപ്പോൾ ഈ മല്ലിയില ചേർക്കണ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ചൊയ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. ചേർത്താലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. ലാസ്റ്റായിട്ട് നമുക്കൊരു സംഭവം കൂടി ചേർക്കാണ്ട്, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാ 1 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കണേ. അപ്പോൾ അതും ചേർത്തു. ഇനി വേഗം ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേഗം തന്നെ വേവിക്കാം. അപ്പോൾ ഇതാ വെള്ളം ഒഴിക്കുകയാണേ. അപ്പോൾ ഈ മാങ്ങ കഷ്ണത്തിൻ്റെ മുകളിൽ നിൽക്കരുത് കേട്ടോ വെള്ളം. അത് നോക്കിയാൽ മതി, താഴെ ഇങ്ങനെ നിന്നാൽ മതി. അപ്പോൾ ഈ മാങ്ങ നല്ല രീതിക്ക് വിസിലൊക്കെ അടിച്ച് നല്ല രീതിക്ക് വെന്തോട്ടെ. ആ സമയം കൊണ്ട് ഞങ്ങൾക്ക് ഈ തൊടിയിൽ വേറെ സംഭവം ഉണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. കമോൺ എൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു പ്രതിഭാസം? ഞാനൊരു ദിവസം രാവിലെ ടെസേനയും കൊണ്ട് ഇതിലൂടെ വന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികളാരെങ്കിലും ഇതുമ്മിൽ കുത്തി വെച്ചതാവുന്നു. ഞാൻ ഇങ്ങനെ പിടിച്ച് വലിച്ചു നോക്കിട്ടോ. പക്ഷെ ഇതാ കിട്ടണില്ല, കണ്ടില്ലേ? ഇതാരും കുത്തി വെച്ചതെന്നല്ല, ഇത് വെട്ടിയിട്ടൊരു വാഴയിമിൽ ഇങ്ങനെ മുളച്ച് വന്നതാണ് ഈ ഒരു കൊലയും ഈ ഒരു പൂവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു കൗതുകം എന്നൊക്കെ പറയാമല്ലോ, അങ്ങനെയൊക്കെ തോന്നി. അപ്പോൾ ഞാനിത് അമ്മയ്ക്കും അവർക്കൊക്കെ കാണിച്ചു കൊടുത്തു, വിനാട്ടിനൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ട് കാണാതാണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഇത്രയ്ക്ക് വലിയൊരു അത്ഭുതം. അപ്പോൾ ഇതാരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തരാണേ. ഒരു 4-5 വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഗ്യാസൊക്കെ ഓഫാക്കി വേഗം തന്നെ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇതാ ഹെയറൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് കേട്ടോ. തുറന്നു നോക്കുക. നമ്മളെ മാങ്ങ നല്ല രീതിക്ക് ഉടഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇതിന് നമുക്ക് വേഗം തന്നെ ഒരു പാത്രത്തേക്ക് മാറ്റണം. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഈ ഒരു പാത്രത്തേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കട്ടോ. അപ്പോൾ അതാ നമ്മളെ ചമ്മന്തിൻ്റെ പകുതി പ്രിപ്പറേഷൻ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ചെയ്യണ അറിയോ, അത് നല്ല രീതിക്ക് ഒന്ന് ഇങ്ങനെ ഉടച്ചെടുക്കുക. ഇത് നല്ല രീതിക്ക് ഉടഞ്ഞിട്ടുണ്ട്, കാരണം നമ്മൾ കുക്കറിൽ അത്ര സമയം വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഉടക്കുന്നത് എന്തിനറിയോ, അപ്പോൾ ഇതിൽ വേവാത്ത മാങ്ങ കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കൊന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ.
അപ്പോൾ നമ്മൾ ഈ മാങ്ങാ ചമ്മന്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേഗം തന്നെ ഈ മാങ്ങാ ചമ്മന്തിനെ ഒന്ന് വറവിടണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. ചട്ടി ഇതാ ചൂടാവണു, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് വറവിക്കിടാനുള്ള വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 4 വറ്റൽമുളകാണ് കേട്ടോ അടുത്ത്. വെളിച്ചെണ്ണ ചൂടാക്കി കടുക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ കടുക് ഏകദേശം പൊട്ടിക്കഴിഞ്ഞ് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണേ. കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം, നല്ല നാടൻ കറിവേപ്പില. അവസാനമായിട്ട് വറ്റൽമുളക്. എല്ലാ സംഭവങ്ങളും നല്ല രീതിക്ക് മൂത്തിട്ടുണ്ട്. നമ്മളെ മാങ്ങേൻ്റെ കൂട്ട് ഇതിക്കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ഇളക്കട്ടോ. ഈ സമയത്തൊക്കെ തീ കുറച്ച് വെക്കണേ. അപ്പോൾ അത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു തള വരുന്നില്ലേ, ഇത്രയും മാത്രം നമ്മൾ ഇളക്കിയാൽ മതി കേട്ടോ. നമുക്ക് വേഗം തന്നെ ഗ്യാസൊക്കെ ഓഫാക്കി വാങ്ങാം. അപ്പോൾ ഈ കിടുക്കാച്ചി മാങ്ങാ ചമ്മന്തി വേഗം തന്നെ ടേസ്റ്റ് ചെയ്യുക. അതിനായിട്ട് ഇതാ ഒരു കുഞ്ഞ് ഇല എടുത്തിട്ടുണ്ട് ഞാൻ. പൈക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ഇതിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേറെ ആരും കിട്ടിയിട്ടില്ല, ഞാൻ തന്നെയാണ് ടേസ്റ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അതേ രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു രീതി എങ്ങനെയെന്ന് പറഞ്ഞുതരാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം എരിവുണ്ട്. നമുക്കിതേ ചോറിക്ക് മാത്രമല്ല കേട്ടോ, ദോശയ്ക്കൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ പരീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നല്ല ടേസ്റ്റ് ഉണ്ടേ, നല്ല പുളിയുണ്ട്, അത്യാവശ്യം എരിവുണ്ട്, നല്ലൊരു പ്രത്യേക രുചി. അപ്പോൾ ഞാനൊരു മാങ്ങ കഷ്ണത്തിൽ കൂട്ടിയിട്ടുണ്ട്. അത് നല്ല രീതിക്ക് ഇങ്ങനെ 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 ഡിപ്പ് ചെയ്തിട്ട് കിടുക്കാച്ച ടേസ്റ്റ് തന്നെയാണേ, ഒന്നും പറയാനില്ല. പൊളി പൊളി. ഒരു പുളിയിഞ്ചിൻ്റെ ഒക്കെ വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ വരുന്നത്. പുളിയിഞ്ചി ഉണ്ടാകുമ്പോൾ നമ്മൾ പുളിങ്ങയും ഇഞ്ചിയും അങ്ങനത്തെ വേറെ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെയാണല്ലോ ചേർക്കുക. അപ്പോൾ സദ്യയിലൊക്കെ ഈ ഒരു വിഭവങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആവും കേട്ടോ. അതായത് ഇലേൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വിളമ്പിയിട്ട് ഒരു വിരലെടുത്തിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മാങ്ങക്കാലാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലും മാങ്ങ ഉണ്ടാവും. ഇനി വീട്ടിലില്ലെങ്കിൽ അപ്പുറത്തുനിന്നോ ഇനി എവിടെ ഇല്ലെങ്കിൽ കടയിൽ നിന്നെങ്കിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതേ രീതിക്ക് ഈ പച്ചമാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടടുത്താലാണ് നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻസ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം, കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ പുതിയ നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ.